हरे कृष्ण माता जी। हरे कृष्ण माता जी। हरे कृष्णा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुर्वैष्णवांश्च श्रीरूपं साग्रजातं स्वगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सगणललिता श्री विशाखान्वितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये पञ्चकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिनिधि नामिने नमाचार्यपादाय निताय कृपप्रदायिने गौरगदादामताय नगरग्रामधारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ഇന്നത്തെ അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് ത്രിഗുണങ്ങളിലെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അങ്ങനെ ഓരോ ഗുണത്തിനും പറ്റിയുള്ളവരുടെ യജ്ഞം, തപസ്, ദാനം, കർമ്മം ഇതെല്ലാം കണ്ടു അല്ലെ. അതുപോലെ ഓം തത് സത് അതിനെ കുറിച്ച് കണ്ടു. ഇനി അങ്ങനെ ശരിക്കും 17ാമത്തെ അധ്യായത്തിൽ ഗീത അവസാനിച്ചു. പക്ഷെ അർജുനന് പിന്നെയും സംശയം. അപ്പൊ ഇത്ര നാളും ഈ 17 അധ്യായത്തിൽ നമ്മൾ എന്താണോ പഠിച്ചത് അതിന്റെ ഒരു സംഗ്രഹമാണ് 18ാമത്തെ അധ്യായം, സന്യാസത്തിന്റെ പരിപൂർണത. മാതാജി, മോക്ഷയോഗം എന്ന് പറയുന്നുണ്ടോ? ഉണ്ട് മാതാജി. ഇത് സന്യാസത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് നമ്മുടെ ശ്രീല പ്രഭുപാദരുടെ ബുക്കില് അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര്. അതെ. ഇതിലെ 1ാമത്തെ ശ്ലോകം. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക്കേശി നിഷൂദന. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഭഗവാന്റെ അടുത്ത് അർജുനൻ ചോദിക്കുകയാണ്, ത്യാഗം സന്യാസം രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടും ഒന്ന് തന്നെയാണോ? ത്യാഗം എന്ന് പറയുന്നതും സന്യാസം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണോ, അതോ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് അർജുന ചോദിക്കുന്നത്. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മ ഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണാഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ സന്യാസം എന്താണ്? ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മം, സകല കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? ആ ഭൗതികമായ ആഗ്രഹത്തെ തന്നെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് കർമ്മം ചെയ്യുന്നു. അതായത് കർമ്മഫലത്തെ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, ഇങ്ങനെ പറയുന്നുണ്ട്. ആരാ പറയുന്നത്? ബുദ്ധിമാന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല ഇത് എന്റെ അഭിപ്രായമാണ് എന്നല്ല ഭഗവാൻ പറയുന്നത്. പിന്നെന്താ? ഇങ്ങനെ പറയുന്നുണ്ട്, ബുദ്ധിമാന്മാർ ഇതുപോലെ പറയുന്നുണ്ട്. എന്താണ് സന്യാസം? കർമ്മത്തെ ഉപേക്ഷിക്കുന്നതിനെ സന്യാസം എന്ന് പറയും. ത്യാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തെ ഉപേക്ഷിക്കും. അവര് കർമ്മത്തെ ഉപേക്ഷിക്കില്ല. കാരണം നമുക്കെല്ലാം നിയത കർമ്മങ്ങളുണ്ട് അല്ലെ, കർത്തവ്യങ്ങളുണ്ട്, അത് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പൊ ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? ആ കർമ്മത്തെ ഒക്കെ നമ്മൾ ചെയ്യും, പക്ഷെ അതിന്റെ ഫലത്തെ ഉപേക്ഷിക്കും, ആ ഫലത്തെ ആഗ്രഹിക്കില്ല.
ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമമായിട്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതിനെ ത്യാഗം എന്ന് പറയും. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മം ഒന്നും ചെയ്യുന്നില്ല, എല്ലാ കർമ്മവും ഉപേക്ഷിക്കുന്നതിനെ സന്യാസം എന്ന് പറയുന്നു. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? വിദ്വാൻമാരെ, അതായത് ബുദ്ധിമാന്മാരായ ആ ഋഷികൾ പറയുന്നുണ്ട്, യജ്ഞം, ദാനം, തപസ് ഇതൊന്നും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കണം. കാരണം എന്തുകൊണ്ടാണ്? കാമ്യകർമ്മങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കർമ്മബന്ധനത്തിൽ പെടും. അങ്ങനെ കർമ്മബന്ധനത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ജനിച്ചും മരിച്ചും അങ്ങനെ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ കറങ്ങേണ്ടി വരും. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ ദോഷകരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കർമ്മഫലത്തെ ത്യജിക്കണം. കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. പക്ഷെ എന്തൊക്കെയായാലും യജ്ഞം, തപസ്, ദാനം ഇതൊന്നും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ഹേ ഭാരത ശ്രേഷ്ഠ, ത്യാഗത്തെ കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷ വ്യാക്രമേ, ത്യാഗം 3 വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ പറയാണ് ത്യാഗം 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നതാണ് അവ 3. അപ്പൊ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾ കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കണം. പക്ഷെ കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിലും യജ്ഞം, ദാനം, തപസ് ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് ഈ കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്ന യജ്ഞം? എന്താണ്? ജപയജ്ഞം. നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാം, ജപയജ്ഞം ചെയ്യാം. പിന്നെ എങ്ങനെ ദാനം ചെയ്യാൻ പറ്റും? നമുക്ക് അമ്പലങ്ങളിലേക്ക്, അമ്പലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അമ്പലങ്ങളിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് പൈസ സഹായിക്കാം. പിന്നെ തപസ് എന്താണ്? നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നു, പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ജപിക്കുന്നു. അതൊക്കെ ഏകാദശി വ്രതമാണ്. രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുക, ഭഗവാൻ ആരതി ചെയ്യുക, അതൊക്കെ തപസ്സിൽ പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെ യജ്ഞം, ദാനം, തപസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് കർമ്മബന്ധനം വരുന്നില്ല. ഇത് ഭഗവാനായിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള യജ്ഞം, ദാനം, തപസ് ഈ കർമ്മങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അത് നിത്യമായിട്ടും ചെയ്യേണ്ടവയാണ്. അവ അനുഷ്ഠിക്കപ്പെടണം. ഇത് മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നതാണ് പറയുന്നത്. മഹാത്മാക്കള് പരിശുദ്ധരായിരിക്കും അല്ലെ, അവര് പോലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അവര് പോലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ പോലും വിശദീകരിക്കും. അപ്പൊ സാധാരണക്കാരായ നമ്മളെല്ലാം ഇത് എന്തായാലും ചെയ്തിരിക്കണം. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിലെ ആസക്തി പാടില്ല. അതില് എനിക്ക് ഒരു ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യജ്ഞം ചെയ്യുമ്പോൾ എനിക്ക് അതിന് ഫലം വേണം അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. ഫലോദ്ദേശമോ ഫലം ആഗ്രഹിക്കാതെ വേണം അതൊക്കെ അനുഷ്ഠിക്കേണ്ടത്. പിന്നെ ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതെങ്ങനെയാണ് നിറവേറ്റേണ്ടത്? ഇതെന്റെ കർത്തവ്യമാണ്, ഇതെന്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്ന നിലയ്ക്ക് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു ത്യാഗം 3 വിധം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അത് ഏതൊക്കെയാണ്? ഒന്ന് തമോ ഗുണത്തിലുള്ള ത്യാഗം, പിന്നെ രജോ ഗുണത്തിലുള്ള ത്യാഗം, പിന്നെ സത്വ ഗുണത്തിലുള്ള ത്യാഗം. അപ്പൊ അതിൽ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. തമോ ഗുണത്തിലുള്ള ത്യാഗം എന്താണ്? നിയത കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ് നിയത കർമ്മങ്ങൾ. അതായത് നമ്മുടെ കർത്തവ്യമാണ് അത്. നമുക്ക് സമൂഹത്തോടും നമ്മുടെ കുടുംബത്തോടും ചെയ്യേണ്ട ആ കടമകൾ അതിനെ ഉപേക്ഷിക്കുക. അതുപോലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്താണ്? അത് ത്യാഗം. ആ ത്യാഗം തമോ ഗുണത്തിലുള്ള ത്യാഗമാണ്. അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വ്യാമോഹം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരിക്കലും നമ്മൾ നിയത കർമ്മങ്ങളെ നമുക്ക് നിർബന്ധമായി ചെയ്തിരിക്കേണ്ടതാണ് നിയത കർമ്മങ്ങൾ. നമ്മുടെ കർത്തവ്യങ്ങളാണ്. ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, മക്കൾക്ക് അച്ഛനമ്മമാരോട്, നമുക്ക് സമൂഹത്തോട്, കുടുംബത്തോട്, അങ്ങനെ കുറെ നിയത കർമ്മങ്ങളുണ്ട്, കർത്തവ്യങ്ങൾ. അത് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ത്യാഗത്തിനെ തമോ ഗുണത്തിലുള്ള ത്യാഗം എന്ന് പറയും. ഇനി രജോ ഗുണത്തിലുള്ള ത്യാഗം എന്താണ്? നിയത കർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. ഇനി രാജസ ത്യാഗം. ഇത് കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇത് ബുദ്ധിമുട്ടല്ല, ഇതെനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിനെ രജോ ഗുണത്തിലുള്ള ത്യാഗം. പിന്നെന്താ? എനിക്ക് വയ്യ, മടി കാരണം എനിക്ക് വയ്യ ഇതൊന്നും ചെയ്യാൻ, അങ്ങനെ വെച്ചിട്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ കാമ്യകർമ്മ ആവോ, കാമ്യകർമ്മ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഭൗതിക ലോകത്തിൽ ഇത് ബന്ധനത്തിലാക്കില്ലേ, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ത്യാഗത്തിനെ
രാജസമായ ത്യാഗം എന്നാണ് പറയുന്നത്. ഹേ അർജുന, ഭൗതിക സംഗ്രഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. ഇനി സാത്വിക ത്യാഗം എന്താണ്? ഭൗതിക സംഗ്രഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും, ഒരു ഫലവും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ വിചാരിക്കുന്നത്? ഇത് എന്റെ കർത്തവ്യമാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. പക്ഷെ എനിക്കിതിന്റെ ഫലമൊന്നും വേണ്ട. ഞാൻ ചെയ്താലും ഇത് ഒരു ഫലവും ആഗ്രഹിച്ചുകൊണ്ടല്ല, എനിക്ക് ഇതിന്റെ ഫലം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങളിലെ, നമ്മുടെ നിയത കർത്തവ്യങ്ങൾ ചെയ്യുന്നതിനെയാണ് സാത്വികമായ ത്യാഗം എന്ന് പറയുന്നത്. താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. തന്മൂലം അയാൾക്ക് മരണശേഷം സ്വകർമ്മ ഫലങ്ങളായ സുഖ ദുഃഖാനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുമ്പോ, എന്താണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം? എന്താ ബന്ധം നമ്മളും ഭഗവാനും തമ്മില്? ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാന്റെ അംശമാണ്. പിന്നെ അതിലും വലിയൊരു ബന്ധം ഉണ്ടല്ലോ. നമ്മളെ ആരാണ് ശരിക്കും? എന്താ നമ്മുടെ ഡ്യൂട്ടി? ജീവാത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? സേവകനാണ്. നമ്മള് ഭഗവാന്റെ നിത്യ സേവകരാണ്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക എന്നതാണ്. അതാണ് നമ്മള് ഭഗവാൻ തമ്മിലുള്ള ബന്ധം. നമ്മള് ഭഗവാന്റെ അംശമാണ്, അതുപോലെ നമ്മള് ഭഗവാന്റെ നിത്യ സേവകരാണ്. ആ ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ ബന്ധത്തെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഭൗതിക ലോകത്താണെങ്കിലും ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ സേവനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണാബോധനിഷ്ഠനായി എന്നാണ് പറയുന്നത്. അങ്ങനെ കൃഷ്ണാബോധത്തിലായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ എപ്പോഴും മുക്താവസ്ഥയിലാണ്. കാരണം എന്താ പറയുന്നത്? ആ കൃഷ്ണാബോധത്തിലായ ഒരു വ്യക്തിക്ക് എപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സിൽ. അദ്ദേഹം എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അത് ഭഗവാന് സമർപ്പിച്ച പ്രസാദമായിരിക്കും. അദ്ദേഹം ഏത് അവസ്ഥയിലാണെങ്കിലും എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കും, ഭഗവാനെ ധ്യാനിക്കും, ഭഗവാനെ ആരാധിക്കും. അങ്ങനെ കൃഷ്ണാബോധത്തിലായ ആ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള ഒരു വ്യക്തി, അയാൾക്ക് മരണം സംഭവിച്ചാലും അയാളുടെ ഈ കർമ്മഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. കാരണം എന്താ? ആ ഭക്തന് ഒരിക്കലും നാശമില്ല. നമ്മെ ഭക്ത പ്രണശ്യതി, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ഭക്തന് ഒരിക്കലും നാശമില്ല. അപ്പൊ അങ്ങനെ ഭഗവാന് സേവനം ചെയ്യുന്ന ആ ഭക്തന് ആ ശരീരം ഉപേക്ഷിച്ച ശേഷം ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ? യദ്ഗത്വാനാ നിവർത്തന്റെ തദ്ധാമ പരമമമ. പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ വന്നാലല്ലേ, ഈ ഭൗതിക ലോകത്താണ് ഈ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഭഗവത്ധാമത്തിലേക്ക് പോയി കഴിഞ്ഞാല് പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയുന്നു. ഇനി 3 തരം കർമ്മത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് സാത്വിക കർമ്മം. എന്താണ് സാത്വിക കർമ്മം എന്ന് പറയുന്നത്? അനാസക്തമായിട്ട്, ഒട്ടും ആസക്തിയില്ലാതെ ആ ഭൗതികമായ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഫലത്തോട് ഒട്ടും ആസക്തി ഉണ്ടായിരിക്കില്ല. രാഗദ്വേഷരഹിതമായിരിക്കും. ആ ചെയ്യുന്ന കർമ്മത്തോട് ഒട്ടും ഒട്ടലുണ്ടായിരിക്കില്ല. രാഗം എന്ന് പറഞ്ഞാൽ അതിനോടൊരു ഒട്ടല്. ആ ഒട്ടലുണ്ടായിരിക്കില്ല. പിന്നെ ദേഷ്യം ഉണ്ടായിരിക്കില്ല. എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ദേഷ്യം ഉണ്ടായിരിക്കില്ല. രാഗദ്വേഷരഹിതമായി. പിന്നെ ഫലാസക്തി കൂടാതെ, ഫലം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമല്ലോ, അതുകൊണ്ട് ഇത് ചെയ്യാം, അങ്ങനെ വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കില്ല. ഫലം ആഗ്രഹിക്കാതെ, ഫലാസക്തി കൂടാതെ ആയിരിക്കും കർമ്മം ചെയ്യുന്നത്. നിയന്ത്രിതമായ വിധത്തിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി അതിൽ കൂടുതൽ ചെയ്യില്ല. അധികം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓവർ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പോലെ ആ നിയന്ത്രിതമായ തരത്തിൽ, ആവശ്യമായ തരത്തിൽ ചെയ്യും, എന്നാൽ ചെയ്യാതിരിക്കില്ല. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തെയാണ് സാത്വിക കർമ്മം എന്ന് പറയുന്നത്. ഇനി രാജസ കർമ്മം എന്താണ്? തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസ കർമ്മം. രാജസ കർമ്മം എന്ന് പറഞ്ഞാൽ ആൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും മനസ്സിൽ. ആ ആഗ്രഹം നിറവേറ്റാനായിട്ട് അദ്ദേഹം ചെയ്യാണ് കർമ്മം. അപ്പൊ അദ്ദേഹം മിഥ്യാഹങ്കാരിയാണ്. കാരണം ഞാൻ ഈ ശരീരമാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും, ഇത് എന്നെ കൊണ്ട് പറ്റും, ഇത് ഞാൻ ചെയ്യും, അപ്പൊ ഞാൻ എന്നുള്ള ആ ഭാവം കൊണ്ട് ചെയ്യുന്ന ആ കർമ്മം. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 കോടിയുടെ വീട് പണിയും. അതല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു 30 ലക്ഷത്തിന്റെ വീട് പണിയും. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കി പൈസ ലോൺ എടുക്കും. പിന്നെ ബാക്കിയുള്ള ജീവിതം എന്തിന്? ആ ലോണ് വീട്ടാനും ആ കടം വീട്ടാനും വേണ്ടി കുറെ കഷ്ടപ്പെടും. കുറെ ഊണില്ല, ഉറക്കില്ല, ഒരുപാട് ജോലി ചെയ്യും, കഠിനാധ്വാനം ചെയ്യും. അങ്ങനെ ആ ജീവിതം മുഴുവൻ അദ്ദേഹം സന്തോഷത്തോടെ എപ്പോഴും കഷ്ടപ്പാട്
പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ, ഞാൻ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ ദാ ഈ വലിയ ബംഗ്ലാവിൽ സന്തോഷത്തിലാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. പക്ഷെ അദ്ദേഹം സന്തോഷത്തിലല്ല, അദ്ദേഹം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ അങ്ങനെ കഷ്ടപ്പെടുന്നു. അതാണ് രാജസ കർമ്മം. അവര് കഠിനാധ്വാനം ചെയ്യും, ഉപകാരമൊന്നുമില്ല. താമസത്തിലുള്ള കർമ്മം അന്യരെയോ അവധിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന താമസ കർമ്മം. അതിൽ ബുദ്ധിമുട്ടുകൾ അറിയില്ല. ഉദാഹരണം മദ്യപാനം. മദ്യപിക്കുന്നവർ അറിയില്ല, അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യാന്ന്. അവര് മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അവിടെ ചേർന്ന് വഴക്കുണ്ടാക്കും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വഴക്കുണ്ടാവും, ഭാര്യയുടെ തല്ലും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് അവർ ചിന്തിക്കില്ല. മദ്യപിക്കുന്ന സമയത്ത് അവര് അത് മദ്യപിക്കും, ബാക്കി അവർ എന്ത് ചെയ്യുന്നു അവര് ചിന്തിക്കില്ല. അങ്ങനെ തുടർന്നുണ്ടാകുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാകുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്ക് എതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമാണ് താമസകർമ്മം. മദ്യപാനം, ചൂതുകളി, ചീട്ടുകളി, അഴിമതി ചെയ്യുന്നത്, ഇതിനൊക്കെ താമസ കർമ്മം എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഗുണമൊന്നും ഉണ്ടാവാൻ പാകുന്നില്ല, സമൂഹത്തിനും ഗുണമൊന്നും ഉണ്ടാവാൻ പാകുന്നില്ല. ഇനി കുറെ പേർക്ക് അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും നാശനഷ്ടവും ദോഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ചെയ്യുന്നത്, മറ്റുള്ളവരെ ദ്രോഹിക്കുക, മോഷ്ടിക്കുക, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയാണ് താമസകർമ്മം. ഇനി ബുദ്ധിയെ പറ്റിയിട്ടാണ് പറയുന്നത്. സാത്വിക ബുദ്ധി, രാജസ ബുദ്ധി, അതുപോലെ താമസ ബുദ്ധി. കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. സാത്വികമായ ബുദ്ധിയുള്ളവർക്ക് അറിയാം, ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണോ, അല്ലെങ്കിൽ ഇത് ചെയ്തു കൂടാത്തതാണോ, ഇത് ചെയ്യാൻ പാടോ, ഇത് ചെയ്യാൻ പാടില്ലേ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യാൻ പാടാത്തതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കും. പിന്നെ നമ്മൾ എന്തിനെ ഭയപ്പെടണം, നമ്മൾ എന്തിനെ ഭയപ്പെടേണ്ട, അതിനൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതുപോലെ പെരുമാറും. നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്താണ്, അതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. എന്താണ് നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം? എന്താണ്? മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനസ്സാണ് നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം. ആ മനസ്സാണ് നമ്മളെ കൊണ്ട് ഓരോ കർമ്മ ഇന്ദ്രിയ വിഷയങ്ങളിൽ പെട്ട് ആസക്തരാകും. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ആ വിഷയങ്ങൾ അനുഭവിക്കണം എന്നുള്ള ചിന്ത വരും. അങ്ങനെ ആ ഇന്ദ്രിയങ്ങള് അത് മനസ്സിന് കൈമാറും. അപ്പൊ മനസ്സിന് രണ്ട് തീരുമാനം എടുക്കാല്ലേ, ഒന്നുകില് അത് വേണം എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ അത് വേണ്ട, ഈ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ ബന്ധത്തിൽ വരണ്ട എന്ന് ചിന്തിക്കാം. പക്ഷെ ആ മനസ്സ് എന്ത് തീരുമാനം എടുക്കും? ആ ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങി, ഇന്ദ്രിയങ്ങളുടെ ആ ബലം കാരണം ബലപ്പെട്ട് അവരെ ആ തീരുമാനം എടുക്കും. ആ ശരി, നമുക്ക് ഇത് അനുഭവിക്കാം എന്നുള്ള തീരുമാനം എടുക്കും. അങ്ങനെ ബുദ്ധിക്ക് കൈമാറും. അപ്പൊ അത് പിന്നെ എന്താണോ മനസ്സ് പറയുന്നത് അതുപോലെ ബുദ്ധി ചെയ്യും. അപ്പൊ അത് ഒരു സാത്വിക ബുദ്ധിയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചറിയും, ആ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ തിരിച്ചറിഞ്ഞ് ആ മനസ്സിനെ നല്ല രീതിയിൽ നയിക്കും. അപ്പൊ പറയും, ഇന്ദ്രിയങ്ങളോട് പറയും, വേണ്ട, നമുക്ക് ഇത് വേണ്ട, നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിക്കും. അപ്പൊ ആ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്താണ് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. ഇനി രാജസ ബുദ്ധി എന്താണ്? പാർത്ഥ, ധർമ്മം എന്ത്, അധർമ്മം എന്ത്, ചെയ്യേണ്ടത് എന്ത്, ചെയ്യരുതാത്തത് എന്ത്, ഇതൊന്നും വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസ ബുദ്ധി. ഇനി രാജസ ബുദ്ധിയുള്ള ആൾക്ക് അദ്ദേഹത്തിന് ധർമ്മം എന്താണെന്നും അറിയില്ല, അധർമ്മം എന്താണെന്നും അറിയില്ല. ധർമ്മം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അധർമ്മം ചെയ്യുള്ളൂ. അത് അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ്, അതറിയില്ല. അവർക്ക് ശരിയായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല. കാരണം അവരെന്നെ സംശയിച്ച് നിൽക്കും, ഇത് ചെയ്യണോ, അയ്യോ അത് ചെയ്യണ്ടേ. അപ്പൊ ആരെങ്കിലും പറയും ചെയ്തോളൂ, എന്നാ ഒക്കെ ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ വേറെ ആൾ കൊണ്ട് പറയും, അയ്യോ ഇത് ചെയ്യരുത്. അപ്പൊ അവര് മാറി അന്ന് ചെയ്യുന്നില്ല. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല. കാരണം എന്താ, അവർക്ക് തിരിച്ചറിയാൻ അറിയില്ല. ഒന്നിനും വിവേചിച്ചറിയാനായിട്ട്, ഒന്നിനും വേർതിരിച്ചറിയാനായിട്ടുള്ള ബുദ്ധി അവർക്കില്ല. അങ്ങനെ ആ ബുദ്ധിയാണ് രാജസ ബുദ്ധി എന്ന് പറയുന്നത്. ഇനി താമസ ബുദ്ധി എന്താണ്? ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. ഇനി താമസ ബുദ്ധി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. കഴിഞ്ഞാൽ അവർ വിചാരിക്കും, ഇത് അധർമ്മമാണ്, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അവരത് ചെയ്യില്ല. ഇനി ധർമ്മത്തെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, ഇത് ധർമ്മത്തെ കണ്ടാൽ അവർക്ക് അധർമ്മമായിട്ട് തോന്നും, അധർമ്മത്തെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ധർമ്മമായിട്ട് തോന്നും. അപ്പൊ അധർമ്മത്തെ കണ്ടാൽ ഇത് ധർമ്മമാണ്, ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവര് ചെയ്യും. അപ്പൊ അവർക്ക് ധർമ്മം അധർമ്മം എന്താന്ന് തിരിച്ചറിയില്ല എന്ന് മാത്രമല്ല, അവർ അധർമ്മത്തെ ധർമ്മമായിട്ടും കാണും, ധർമ്മത്തെ അധർമ്മമായിട്ടും തെറ്റിദ്ധരിക്കും.
അതുപോലെ ഒരു കാര്യം ചെയ്യാൻ പാടാത്ത കാര്യമാണെങ്കിൽ അവര് അതിനെ ചെയ്യും. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ചെയ്യും. ഒരു ചെയ്യാൻ പാടാത്തൊരു തെറ്റാണെങ്കിൽ അതിനെ ചെയ്ത് അത് ശരിയാണ് എന്ന് കരുതി അതിനെ ചെയ്യുന്നു. അങ്ങനെയുള്ള ബുദ്ധി അവരെ തെറ്റായ വഴിക്കാണ് പ്രവർത്തിക്കുക. ആ ബുദ്ധി ശരിക്കും അവരെ തെറ്റായ വഴിക്ക് പ്രവർത്തിപ്പിക്കുന്നു. മഹാത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ അവര് പറയും ഇത് സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ബഹുമാനിക്കില്ല. ഇനി ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വന്നിട്ട് ഞാൻ വലിയ ആളാണ്, ഞാൻ മഹാത്മാവാണ്, എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടുന്നൊക്കെ പറഞ്ഞാലോ വേഗം അദ്ദേഹത്തെ സ്വീകരിക്കും, അദ്ദേഹത്തെ മനസ്സിലാക്കി ദൈവമാണെന്ന് പറഞ്ഞ് അവരെ ആരാധിക്കും. അപ്പൊ അതുപോലും തിരിച്ചറിയാനായിട്ടുള്ള ബുദ്ധി അവർക്കില്ല. അതാണ് താമസമായ ബുദ്ധി എന്ന് പറയുന്നത്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഇനി ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയ ആ വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് ബ്രഹ്മഭൂതാവസ്ഥ? പരമാത്മാവുമായിട്ട് ഏകീഭവിക്കുക. നമ്മൾ ധ്യാന യോഗത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ ധ്യാനം ചെയ്ത് അവരാരെ ധ്യാനിക്കുന്നത്? പരമാത്മാവിനെ അല്ലെ, ഹൃദയത്തിൽ പരമാത്മാവിനെ ധ്യാനിക്കും. അങ്ങനെ ആ ഹൃദയത്തിലെ പരമാത്മാവിനെ ധ്യാനിച്ച് അവരെത്തുന്ന അവസ്ഥയാണ് ആ ബ്രഹ്മഭൂതാവസ്ഥ. അവര് പരമാത്മാവുമായി ഏകീഭവിക്കുമ്പോൾ അവർക്ക് വരുന്ന ആ അവസ്ഥയാണ് ബ്രഹ്മഭൂതാവസ്ഥ. ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയ വ്യക്തി എങ്ങനെയായിരിക്കും? അദ്ദേഹം പ്രസന്നാത്മയായിരിക്കും, എപ്പോഴും സന്തോഷവാനായിരിക്കും. അദ്ദേഹത്തിന് ദുഃഖങ്ങൾ ഉണ്ടായിരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഭഗവാനാണ്. അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തയുള്ളൂ. അദ്ദേഹത്തിന് ഭൗതികമായ ഒരു കാര്യങ്ങളും താല്പര്യമില്ല, അത്തരം ചിന്തകളും ഉണ്ടായിരിക്കില്ല. പിന്നെ എന്തായിരിക്കും? നശോചതി ന കാംക്ഷതി. അയാൾക്ക് ദുഃഖങ്ങളും ഇല്ല, അദ്ദേഹത്തിന് ആഗ്രഹങ്ങളും ഇല്ല. കാരണം എന്താ? അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലല്ല, ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധം വിട്ടു. അങ്ങനെ എന്തെങ്കിലും ഭൗതികമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ ദുഃഖിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖങ്ങളും ഇല്ല. പിന്നെ സർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. കാരണം അയാൾക്കറിയാം സർവ്വ ജീവജാലങ്ങളിലും ആരാണ്? ഭഗവാനാണ് പരമാത്മാവായിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളിലും ആ ഭഗവാനുണ്ട്, അവരുടെ ജീവനായിട്ട് ഭഗവാനാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ്. അവരാരെയാ കാണുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ കവിഹസ്തിനി ശുനി ചൈവ ശോഭാഗേച്ച പണ്ഡിത സമദർശിന. അദ്ദേഹത്തിന് ബ്രാഹ്മണനെ കണ്ടാലും പട്ടിയെ കണ്ടാലും ചണ്ടാളിനെ കണ്ടാലും ആനയെ കണ്ടാലും, കാരണം അദ്ദേഹം കാണുന്നത് അവരെയല്ല, ആ ശരീരത്തെ അല്ല കാണുന്നത്, മറിച്ച് ആ ശരീരത്തിലുള്ള പരമാത്മാവിനെയാണ് അവര് കാണുന്നത്. അതുപോലെയാണ് ഈ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയ ആ വ്യക്തിക്ക് സമസ്തർവേഷു ഭൂതേഷു, സർവ്വ ജീവജാലങ്ങളിലുള്ള ആ ശരീരത്തെ അല്ല കാണുന്നത്, അവരിലുള്ള പരമാത്മാവിനെയാണ് അദ്ദേഹം കാണുന്നത്. മദ്ഭക്തിം ലഭതേ പരാം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നു. ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യതമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയും. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ അറിയാൻ കഴിയുന്നത്? ഭഗവാനെ ഭക്തി കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. ഭക്ത്യാ മാം അഭിജാനാതി. എന്താണ് ഭക്തി എന്ന് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത് ഭക്തിയുത സേവനം, ഭഗവാന് സേവനം ചെയ്യുക. നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാന് സേവനം ചെയ്യും. അല്ലാതെ ദിവസവും അമ്പലത്തിൽ പോകുന്നത് കൊണ്ടോ നെറ്റിയിൽ ചന്ദനം തൊട്ടത് കൊണ്ടോ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോ തൂക്കിയിട്ടത് കൊണ്ടോ ഒന്നും നമ്മൾ ഭക്തൻ എന്ന് പറയാൻ പറ്റില്ല. ഭക്തനാണ് എന്തുണ്ടെങ്കിൽ ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യും, അവരെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഭക്തിയുത സേവനാണ്. ഭഗവാനെ സേവനം ചെയ്തുകൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യതമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയും. അങ്ങനെ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഭഗവാനാണ് ഈ പരമദിവ്യോത്തമ പുരുഷൻ. സർവ്വ ജീവജാലങ്ങളുടെ നാഥനാണ് ഭഗവാൻ. സർവ്വ പ്രപഞ്ചവും സകല സൃഷ്ടിയും ഭഗവാന്റെയാണ്. ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാന് സേവനം ചെയ്യണം. അങ്ങനെ ഭഗവാന് സേവനം ചെയ്ത് ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ, ആ ഭക്തി കൊണ്ട് തന്നെ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാകുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. നമ്മൾ ഗജേന്ദ്രമോക്ഷം കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഗജേന്ദ്രമോക്ഷം കഥ ഇതില് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മാതാജി, ഇല്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല അല്ലെ? ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഉണ്ടായിരുന്നു. വലിയ ഭക്തനായിരുന്നു, ഭഗവാന്റെ നല്ല ഭക്തനായിരുന്നു. എപ്പോഴും ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്ത് രാജ്യത്തൊക്കെ നന്നായി പരിപാലിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന അദ്ദേഹം ഒരിക്കലും ഒരു ധ്യാനത്തിലിരിക്കുകയാണ്. ആ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അവിടെ അഗസ്ത്യ മഹർഷി വന്നു. അഗസ്ത്യ മഹർഷി വന്നപ്പോ ഇദ്ദേഹം കണ്ടില്ല, കാരണം ഇദ്ദേഹം ധ്യാനത്തിൽ ഭഗവാനെ
സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ചിന്തയിൽ ഇരിക്കുന്നു. ഭഗവാനായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സില്. അതുകൊണ്ട് അടുത്ത് വന്ന അദ്ദേഹത്തെ കണ്ടില്ല. പക്ഷെ മഹർഷി എന്ത് വിചാരിച്ചു, ഞാൻ അടുത്ത് വന്നിട്ടും എന്നെ ബഹുമാനിച്ചില്ല എന്ന് കരുതി ശപിച്ചു. നീ ഒരു ആനയായി തീരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. പിന്നീടാണ് അദ്ദേഹം മനസ്സിലായത് ശപിച്ച കാര്യമൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യമൊന്നും വന്നില്ല. കാരണം എന്താ, അദ്ദേഹം ആ ഒരു ഭഗവാൻ സുഖവും ദുഃഖവും ആഗ്രഹവും ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു. നശോചതി കാംക്ഷതി, അദ്ദേഹത്തിന് സർവേഷു ഭൂതേഷു, എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമൊന്നും തോന്നിയില്ല. അപ്പൊ അഗസ്ത്യന് വിഷമായി, അയ്യോ ഞാൻ ശപിച്ചു പോയല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ആനയായിട്ട് ജനിച്ചാലും നിനക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മോക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ ആ ശാപം കാരണം ഒരു ആനയായിട്ട് ജനിക്കേണ്ടി വന്നു. പക്ഷെ ആനകളിലും അദ്ദേഹം ആനകളിലെ ഏറ്റവും ടോപ്പിലെത്തി. കാരണം എന്താ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവ്, അത്രയും നല്ല രാജാവായിരുന്നു. അതുകൊണ്ട് ആനകളുടെ ഇന്ദ്രനായിട്ട് അറിയപ്പെട്ടു, ആനകളുടെ രാജാവായി. അതുകൊണ്ട് ഗജേന്ദ്രൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ എല്ലാ ആനകളിലും വെച്ചിട്ട് ഏറ്റവും കേമനായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഗജേന്ദ്രനെ. അങ്ങനെ ഒരു ദിവസം വെള്ളം കുടിക്കാൻ വരികയാണ്. കുറെ കൂട്ടുകാര് ആനകളും ഉണ്ട്, കുറെ പിടിയാനകളും ഉണ്ട്. അവരുടെ കൂടെ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത്, അദ്ദേഹം നദിയിൽ ഇറങ്ങിയ സമയത്ത് ഒരു മുതല വന്നിട്ട് കാലിൽ കടിച്ചു പിടിച്ചു. എന്നിട്ട് അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും വീഴാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും കുറെ ആനകൾ സഹായിക്കാനൊക്കെ വന്നു, പിടിയാനകളും മറ്റുള്ള ആനകളും ഒക്കെ സഹായിക്കാൻ വന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഓരോരോ ആനകളായിട്ട് മടങ്ങിപ്പോയി. എല്ലാവർക്കും നിൽക്കാൻ വയ്യ. അങ്ങനെ കുറച്ചു പേര് നിന്നു, പിന്നെ കുറച്ച് പിടിയാനകൾ നിന്നു. അവസാനം കുറെ ദിവസം കഴിഞ്ഞപ്പോ എല്ലാവരും തിരിച്ചുപോയി, ഗജേന്ദ്രൻ മാത്രമായി. അപ്പോഴാണ് ഗജേന്ദ്രന് മനസ്സിലായത്, നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് ആപത്ത് വരുമ്പോ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോഴേക്കും 1000 വർഷം കഴിഞ്ഞു. പക്ഷെ ഗജേന്ദ്രൻ മുമ്പത്തെ ജന്മത്തിലെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരുന്നു അല്ലെ. അദ്ദേഹം അത്രയും നല്ല ഭക്തനായതുകൊണ്ട് ആ സമയത്ത് ഭഗവാനെ പൂജ ചെയ്തതും ഭഗവാനെ ആരാധന ചെയ്തതും ഒക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ സമയത്ത് ഓർമ്മ വന്നു. അത്രയും നല്ല ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. വേഗം അവിടെ കുറെ താമരപ്പൂവ് ഉണ്ടായിരുന്നു. ആ ഓരോ താമരപ്പൂവ് എടുത്തിട്ട് പറിച്ച് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലിയിട്ട് ഭഗവാനെ സമർപ്പിച്ചു. അങ്ങനെ കുറെ പൂക്കൾ പറിച്ച് ഭഗവാനെ സമർപ്പിച്ചപ്പോ ആ സന്തോഷത്തിൽ ഭഗവാൻ വന്നു. അങ്ങനെ ഭഗവാൻ ഗജേന്ദ്രനെ പിടിച്ച ആ മുതലയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ആ മുതലയ്ക്കും ശാപമോക്ഷം കൊടുത്തു, ഗജേന്ദ്രനും ശാപമോക്ഷം കൊടുത്തു. ആ മുതലയും ഒരു ശാപം കിട്ടിയിട്ട് വന്നൊരു ഗന്ധർവനായിരുന്നു. അപ്പൊ അങ്ങനെ മുതലയ്ക്ക്, അപ്പൊ ആദ്യം ആർക്കാ ശാപമോക്ഷം കൊടുത്തത്? ആദ്യം മുതലയ്ക്കാണ് ശാപമോക്ഷം കൊടുത്തത്. എന്നിട്ട് അതിനുശേഷമാണ് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം മുതലയ്ക്ക് കൊടുത്തത്? കാരണം ആ മുതല ഒരു ഭക്തന്റെ കാലിൽ പിടിച്ചല്ലേ, ഒരു ഭക്തന്റെ കാലിൽ തൊട്ടത് കൊണ്ട് ഭഗവാൻ ആദ്യം ആ മുതലയ്ക്ക് ശാപമോക്ഷം കൊടുത്തതാണ് പറയുന്നത്. അതിനുശേഷം ഗജേന്ദ്രനും മോക്ഷം കൊടുത്തു. സർവകർമാണ്യഭിസഥാ കുർവാണോ മദ്യഭാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏത് തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കുന്നതാണ് ഭഗവാൻ പറയുന്നത്. ഏത് തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും, എന്ത് പ്രവൃത്തികളാ പറയുന്നത്? ഏത് തരം പ്രവൃത്തികൾ എന്ന് പറഞ്ഞാലും നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഭക്തിയുടെ സേവനം, അത് ഏത് കർമ്മമായാലും, എങ്ങനെയുള്ള സേവനായാലും, എന്ത് കർമ്മം ചെയ്താലും എങ്ങനെയായിരിക്കണം? എപ്പോഴും ഭഗവാനെ മാത്രം ആശ്രയിക്കണം. അല്ലാതെ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുമ്പോ, ഒരാളെ കൊല്ലുമ്പോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊന്നു, മൃഗങ്ങളെ ഹിംസിച്ചു ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, അതൊന്നല്ല പറയുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും എന്റെ സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ധാമം പ്രാപിക്കും. ഏത് പ്രവൃത്തി ആയാലും കുഴപ്പമില്ല, പക്ഷെ ഭഗവാനെ മാത്രം ആശ്രയിക്കണം. മനസ്സിലെ ഭഗവാൻ മാത്രമേ പാടുള്ളൂ. ആ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നത്. അങ്ങനെ ഓരോ കർമ്മവും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭക്തൻ ഭഗവാന്റെ കാരുണ്യത്താൽ, ഭഗവാന്റെ സംരക്ഷണത്താല് ഭഗവാന്റെ ആ ശാശ്വതമായ ധാമം പ്രാപിക്കുന്നതാണ് പറയുന്നത്. മച്ചിത്താ സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധചേത്വമഹങ്കാരാൻ നശ്രോഷ്യസി വിനക്ഷ്യസി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഇനി എന്താ പറയുന്നത്? എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ, ഭഗവാനെ കുറിച്ചുള്ള ആ ബോധത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിന്റെ, നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ ഈ ബദ്ധ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ആ ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. നമ്മൾ എങ്ങനെ ജീവിക്കണം? ആ ഭഗവാനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം, ആ കൃഷ്ണാബോധം ഉണ്ടായിരിക്കണം.
അങ്ങനെ ബോധത്തോടു കൂടി ഭഗവാന് സേവനം ചെയ്യണം. അങ്ങനെ ഭഗവാന് സേവനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഭഗവാൻ സംതൃപ്തനാകും. അപ്പൊ ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ ബാക്കിയുള്ള ജീവിതം നമുക്കിപ്പോ നമുക്കുണ്ടാവും, എത്ര ജീവിതം നമ്മൾ അനുഭവിച്ച് തീർക്കണമെന്നുണ്ടായിരിക്കും. ആ ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും ആ ബാക്കിയുള്ള ഇനി എന്തൊക്കെ ക്ലേശങ്ങൾ നമുക്ക് അനുഭവിക്കാനുണ്ടോ അതിനൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിജീവിക്കാനുള്ള ആ ശക്തി ഭഗവാൻ നമുക്ക് തരും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഇനി നമ്മൾ മിഥ്യാഹങ്കാരം കൊണ്ട് ഭഗവാനെ അനുസരിക്കുന്നില്ല, ഭഗവാൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതൊന്നും അനുസരിക്കാതെ അതിനൊക്കെ എതിരായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാശമാണ് ഫലം. കാരണം എന്താ, നമ്മൾ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിച്ചും മരിച്ചും ഇവിടെ തന്നെ കറങ്ങേണ്ടി വരും. അങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് നമ്മൾ നശിക്കും. അതല്ല, നമുക്ക് ഈ ഭഗവത് ധാമത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഭഗവാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ പ്രവർത്തിക്കണം. ഭഗവാനെ കുറിച്ച് ബോധവാനായിരിക്കണം. കൃഷ്ണാബോധത്തോടു കൂടി നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ബദ്ധ ജീവിതത്തിന്റെ നമ്മുടെ ഇനിയുള്ള ക്ലേശങ്ങളെല്ലാം ഭഗവാൻ അതിനെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും, അതിന് വേണ്ട കഴിവ് ഭഗവാൻ നമുക്ക് തരും. അങ്ങനെ നമുക്ക് അതിനെ അതിജീവിച്ച് പിന്നെ നമുക്ക് ഈ ശരീരം ഉപേക്ഷിക്കുമ്പോ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അല്ലെ, പരമാത്മാവായിട്ട്. എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ട്. ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമബോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവശാഹം. സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാവരും ഹൃദയത്തില് ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എല്ലാവരും എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ഭഗവാൻ ഉണ്ടല്ലോ, ആ ഭഗവാൻ എന്താ ചെയ്യുന്നത്, ഈ ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിച്ച ഒരു യന്ത്രമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. അതൊരു യന്ത്രമാണ്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നത്, ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത് ഭൗതിക ശക്തി കൊണ്ടാണ്. ആ ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ യന്ത്രമാകുന്ന ഈ ശരീരത്തില് ഭഗവാൻ എന്താ ചെയ്യുന്നത്, അതിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണം. ഈ യന്ത്രത്തില് ആണ് നമ്മൾ ജീവാത്മാക്കൾ ഇരിക്കുന്നത്. ഈ ശരീരമാകുന്ന യന്ത്രത്തിലാണ് നമ്മൾ ജീവാത്മാക്കൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ യന്ത്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്, ഭഗവാനാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു യന്ത്രമാണ്, ഒരു ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിച്ച ഒരു യന്ത്രമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ ഇരിക്കുന്ന നമ്മൾ ജീവാത്മാക്കള്, ആ ജീവാത്മാക്കൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യന്ത്രം തിരിയുന്ന പോലെ ജീവാത്മാക്കളെ ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത് കിടന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ജീവാത്മാക്കളുടെ ആ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നത് ആരാന്നാണ് പറയുന്നത്, ഭഗവാൻ പരമാത്മാവായിട്ട് ആ ജീവാത്മാക്കളുടെ ഹൃദയത്തില് വീണ്ടും ഭഗവാൻ പരമാത്മാവായി ഇരുന്നിട്ട് ആ ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ആ യന്ത്രത്തിലിരിക്കുന്ന എഞ്ചിനാണ് ജീവാത്മാവ് എന്ന് പറയാൻ പറ്റുമോ? യന്ത്രത്തിലിരിക്കുന്ന എഞ്ചിൻ, അതിന്റെ എഞ്ചിനാണ് ജീവാത്മാവ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. അതിന്റെ എഞ്ചിനാണ് ജീവാത്മാവ്. ആ എഞ്ചിനാണല്ലോ ആള് ഭഗവാനുമാണ് എന്ന് പറയാമല്ലേ? ആ എഞ്ചിനെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്ന്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്ര സാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷനെ ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തിന് ശാശ്വതമായ പരമപദം പ്രാപിക്കും. അപ്പൊ ആ പരമപുരുഷനെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പരമപുരുഷനെ ആത്മാർപ്പണം ചെയ്യണം. നമ്മളെ ആ ഭഗവാനെ ആത്മാർപ്പണം ചെയ്യണം, നമ്മളെ സമർപ്പിക്കണം, നമ്മളെ പൂർണ്ണമായി ആ ഭഗവാനെ സമർപ്പിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ നമുക്ക് പരമമായ ശാന്തി നേടാൻ പറ്റും. നമുക്ക് ശാശ്വതമായ പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. ശാശ്വതമായ പരമപദം എന്ന് പറയുന്നത് എന്താണ്, ഭഗവാനെ പ്രാപിക്കുക, നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുക. അതാണ് നമ്മുടെ ശാശ്വതമായ പരമപദം, അതാണ് ശാശ്വതം. അല്ലാതെ ഈ ഭൗതിക ലോകം ശാശ്വതമല്ല. ഈ ഭൗതിക ലോകത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ക്ഷീണേ പുണ്യമർത്തി ലോകം വിശന്തി, നമ്മുടെ പുണ്യം തീരുമ്പോ ഈ ഭൗതിക ലോകത്തിൽ തന്നെ വരേണ്ടി വരും. ഈ ഭൗതിക ലോകം ശാശ്വതമല്ല. ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജന, ബ്രഹ്മലോകം മുതലുള്ള 14 ലോകങ്ങളും പുനരാവർത്തി ഉള്ളതാണ്. വീണ്ടും വരും പിന്നെ നശിക്കും, വീണ്ടും വരും പിന്നെ നശിക്കും. ഇതിന് പുനരാവർത്തി ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും പോകണം, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോകണം. ആധ്യാത്മിക ലോകമാണ് നമുക്ക് ശാശ്വതമായത്.
യദ്ഗത്വാന നിവർത്തന്റെ തദ്ധാമ പരമമ. അത് ശാശ്വതമായ ധാമമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഈ സ്ലൈഡിൽ കാണുന്നത് പ്രതാപരുദ്ര മഹാരാജാവാണ്. പ്രതാപരുദ്ര മഹാരാജാവ് നല്ല ഭക്തനായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്തുണ്ടായിരുന്ന രാജാവായിരുന്നു. ജഗന്നാഥ് ഒറീസ രാജാവായിരുന്നു. അദ്ദേഹം നല്ല ഭക്തനായിരുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും ഈ രാജകീയ ചിഹ്നങ്ങളോട് കൂടിയാണ് നടക്കുക. എപ്പോഴും ആഭരണങ്ങൾ ധരിച്ച് രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെയാണ് നടക്കുക. ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിനെ കാണണമെന്ന്. ചൈതന്യ മഹാപ്രഭു ആരായിരുന്നു? സന്യാസിയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് രാജാവിനെ കണ്ടിട്ട് എന്താ ഗുണം, എന്താ നേട്ടം, എനിക്ക് താല്പര്യമില്ല കാണാൻ. ഞാനൊരു സന്യാസിയാണ്. എനിക്ക് ഈ സന്യാസിമാരുമായിട്ടുള്ള ഇതാണ് ഇഷ്ടം. എനിക്ക് രാജാക്കന്മാരെ കണ്ടിട്ട് എനിക്ക് ഒന്നും നേടാനും ഇല്ല, എനിക്കൊന്നും ചോദിക്കാനും ഇല്ല അവരോട്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് അത്തരം ആളുകളോട് എനിക്ക് ബന്ധപ്പെടാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും. അങ്ങനെ രാജാവിന് ഭയങ്കര വിഷമവും. അപ്പൊ പറയും, എന്നാ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകന് വേണമെങ്കിൽ കാണാം എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഈ രാജാവിന്റെ മകനെ വിടുമ്പോ ആ ചൈതന്യ മഹാപ്രഭു മകനെ ആലിംഗനം ചെയ്യും. ആലിംഗനം ചെയ്യുന്ന സമയത്ത് കൃഷ്ണപ്രേമം കിട്ടും. ആ മകന് കൃഷ്ണപ്രേമം കിട്ടും. അങ്ങനെ പിന്നെ മകൻ വീട്ടിൽ ചെല്ലുമ്പോ മഹാരാജാവ് ആ മകനെ ആലിംഗനം ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം അത്രയും ആഗ്രഹമാണ് മഹാപ്രഭുവിനെ കാണാൻ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സമയം ജഗന്നാഥപുരിയിലെ രഥയാത്ര വന്നു. രഥയാത്ര വന്ന സമയത്ത് ഇദ്ദേഹത്തിന്, അപ്പൊ കുറെ പേര് പറയും ഇദ്ദേഹത്തിന്റെ അടുത്ത്, അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഈ രാജകീയമായ വേഷമൊക്കെ മാറ്റി ഒരു ഭക്തനായിട്ട് ചെല്ലും. ഭക്തനായിട്ട് ചെല്ലുമ്പോൾ മഹാപ്രഭുവിന് ഇഷ്ടാവും എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം ഒരു ഭക്തന്റെ വേഷം അണിഞ്ഞ്, സാധാരണക്കാരന്റെ വേഷം അണിഞ്ഞ് ഒരു ഭക്തനായിട്ട് ആ രഥയാത്ര നടക്കുന്ന സമയത്ത് രഥയാത്രയുടെ മുമ്പിലുള്ള ഭഗവാന്റെ രഥം പോകുന്ന സമയത്ത് അവിടെ വഴിയിലുള്ള അതൊക്കെ ചൂല് കൊണ്ട് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് അങ്ങനെ അദ്ദേഹം കുറെ സേവനം ചെയ്യും. അപ്പൊ മഹാപ്രഭുവിന് ഇഷ്ടാവും. അങ്ങനെ രഥയാത്ര ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മഹാപ്രഭു ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ വന്ന് ആലിംഗനം ചെയ്യും. അപ്പൊ മുമ്പ് പോയപ്പോ എന്താ, അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോഴും അദ്ദേഹം കാണാൻ സമ്മതിച്ചില്ല. പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ പൂർണ്ണമായിട്ടും ആത്മാർപ്പണം ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഭഗവാൻ ഇങ്ങോട്ട് വന്നു അല്ലെ, മഹാപ്രഭു ഇങ്ങോട്ട് വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ പരമപുരുഷനെ പൂർണ്ണമായിട്ട് നമ്മളെ ആത്മാർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് പരമമായ ശാന്തി നേടും. ഇതിത്തെ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. അപ്പൊ ഭഗവാൻ പറയാണ്, ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതം എന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ നിനക്ക് അതിരഹസ്യമായ ജ്ഞാനം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഞാൻ നിനക്ക് വിവരിച്ചു തന്നു. ഇനി നീ ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന്. നീ ആലോചിക്കുക. അതിനുശേഷം നിനക്ക് എന്താണോ ഹിതമായിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യുക. നീ ആലോചിച്ച ശേഷം നിനക്ക് തോന്നുകയാണെങ്കിൽ യുദ്ധം ചെയ്യാന്ന് തോന്നുകയാണെങ്കിൽ യുദ്ധം ചെയ്യുക. അതല്ല യുദ്ധം ചെയ്യണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാനായിട്ടാണ് ഭഗവാൻ പറയുന്നത്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഭഗവാൻ പറയാണ്, മന്മന ഭവ മദ്ഭക്തോ, എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായിട്ടും എന്നെ പ്രാപിക്കാം എന്നാണ് പറയുന്നത്. എപ്പോഴും ഭഗവാനെ ഓർക്കണം, ഭഗവാന് സേവനങ്ങൾ ചെയ്യണം, ഭഗവാനെ നമസ്കരിക്കണം, ഭഗവാനെ ആരാധിക്കണം. ഭഗവാനെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭഗവാനെ ആദ്യം ഓഫർ ചെയ്തതിനു ശേഷം അതിന്റെ പ്രസാദമായിട്ട് കഴിക്കണം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മങ്ങളെയും തിരിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഭയപ്പെടേണ്ട. അപ്പൊ ഭഗവാന്റെ ആ ഉപദേശം ഭഗവാൻ ഉപസംഹരിക്കാൻ എന്താ പറയുന്നത്? സർവധർമ്മങ്ങളെയും പരിത്യജിച്ച്, എല്ലാ ധർമ്മങ്ങളെയും നീ ത്യജിച്ചുകൊണ്ട് നീ എന്നിൽ ശരണം തേടുക, നീ എന്നെ ശരണം പ്രാപിക്കുക. നിന്റെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാം. അപ്പൊ നീ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചോ. നീ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചതിന് ശേഷം നീ എന്നെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, നീ പൂർണ്ണമായിട്ടും എന്നെ ആത്മാർപ്പണം ചെയ്യുകയാണെങ്കിൽ, എന്നെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നിന്നെ സകല ഭാവ പ്രതികരണങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട എന്ന് പറയാണ് ഭഗവാൻ. ഇത് എന്നെ ഈ ശ്ലോകത്തോട് കൂടി ഭഗവാന്റെ ഉപദേശം ഉപസംഹരിക്കുകയാണ്. ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശത്യ സംശയഃ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന്
ശുദ്ധ ഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഭഗവാൻ പറയാണ്, ഈ രഹസ്യമായ ജ്ഞാനം, ഈ പരമ രഹസ്യമായ ഈ ജ്ഞാനം ഉണ്ടല്ലോ, ഈ ഭഗവത്ഗീത ജ്ഞാനം, ഇത് എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഭക്തന്മാർക്ക് എന്ന് പറയുന്നത്? കാരണം ഭക്തന്മാർക്ക് മാത്രമേ ഈ ഭഗവത്ഗീത പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ. ഭക്തരല്ലാത്തവർക്ക്, അഭക്തർക്ക് നമ്മൾ ഇത് എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. ആ ജ്ഞാനം ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കില്ല. എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്, അത് ഗ്രഹിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭഗവത്ഗീത പരമരഹസ്യമാണെന്ന് പറഞ്ഞു അല്ലെ. ആ പരമരഹസ്യമാണ്, അതുകൊണ്ട് അത് ഭക്തന് ഉപദേശിക്കണം. കാരണം ഭക്തന് മാത്രമേ ഭഗവാനെ മനസ്സിലാവൂ, ഭക്തന് മാത്രമേ ഭഗവാന്റെ ജ്ഞാനത്തെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവൂ. മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല, ഭക്തർക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ ഉപദേശിക്കുന്നവന് ശുദ്ധമായ ഭക്തി സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾക്ക് എന്നിലേക്ക് മടങ്ങിയെത്താൻ പറ്റും. അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവസാനം ഭഗവാനിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും. നച്ച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാ തന്യ പ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവനാണ് എന്റെ ഭൃത്യൻ. ആ ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അപ്പൊ ഭഗവാന് ഏറ്റവും പ്രിയങ്കരൻ ആരാണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഭക്തനാണ് ഭഗവാന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ പറ്റി എന്തൊരു ജ്ഞാനമാണോ അറിഞ്ഞത്, എന്താണോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഭക്തരായിരിക്കണം. അല്ലാതെ നമ്മൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിനെ എതിർക്കുകയാണ്, അതിനെ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്. അതിനെ വിശ്വസിക്കുന്നവരോട് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ ഭൃത്യനേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട്, പ്രിയങ്കരനായിട്ട് എനിക്ക് ലോകത്തിൽ മറ്റൊരാളില്ല എന്നാണ് പറയുന്നത് ചില പ്രഭുപാദരല്ലേ. ഇദ്ദേഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീത യഥരുവ് എന്നുള്ള ഗ്രന്ഥം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ അല്ലെ. ഇദ്ദേഹമാണ് നമുക്ക് തന്നത് ആ ഗ്രന്ഥം. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹം ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവനാണ്. നമ്മൾ തമ്മിൽ നടത്തുന്ന ഭാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ ഭഗവത്ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത ആ ജ്ഞാനമാണ്. നമ്മൾ തമ്മിൽ സംഭാഷണം നടത്തിയ ഈ ഭഗവത്ഗീത ജ്ഞാനം, ഈ ഭഗവത്ഗീത ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ അവരെന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ആരാധിക്കുന്നു? അവര് ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, ഈ ഭഗവത്ഗീത പഠിക്കുന്നവരുണ്ടല്ലോ, ഭഗവത്ഗീത വായിക്കുന്നവര്, ഭഗവത്ഗീത പഠിക്കുന്നവര്, ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവര്, ഇവരൊക്കെ എന്നെ ആരാധന ചെയ്യാണ്. ബുദ്ധി കൊണ്ട്, അവരുടെ ബുദ്ധി കൊണ്ട് അവര് ഭഗവാനെ ആരാധന ചെയ്യാണ്. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോട് കൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്ന് ഉളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയല്ലേ? അപ്പൊ തുടക്കത്തിൽ അർജുനൻ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, എന്റെ ബന്ധുക്കളാണ് വന്ന് നിൽക്കുന്നത്, എന്റെ സഹോദരങ്ങളാണ്, എന്റെ മുത്തച്ഛനുണ്ട്, എന്റെ ഗുരു ഉണ്ട്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തളർന്നിരിക്കുകയാണ് അർജുനൻ തേരില്. അപ്പൊ ഭഗവാൻ പറയാണ്, ഇതൊക്കെ നിന്റെ വ്യാമോഹമായിരുന്നു, ഇപ്പൊ നിന്റെ വ്യാമോഹം നീങ്ങിയില്ലേ? അർജുനൻ പറഞ്ഞു, എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അങ്ങയുടെ ശിഷ്യനാകുന്നു, എനിക്ക് ഉപദേശം തരൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഗുരു ഉപദേശിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഗുരു ചോദിക്കുകയാണ്, ഇപ്പൊ നിന്റെ വ്യാമോഹം മാറിയോ? നീ എല്ലാം കേട്ടില്ലേ? ഉപദേശിച്ചതൊക്കെ നിനക്ക് മനസ്സിലായോ? നിന്റെ അജ്ഞാനം മാറിയോ? നിന്റെ വ്യാമോഹം നീങ്ങിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് എന്റെ ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ അർജുനൻ പറയാണ്, എന്റെ വ്യാമോഹം ഒക്കെ ഇപ്പൊ തീർന്നു, ഇപ്പൊ എന്റെ വ്യാമോഹം തീർന്നു, എനിക്ക് മനസ്സിലായി. അപ്പൊ ആദ്യം പറഞ്ഞിരുന്നു മൃദുലഹൃതിയാണെന്ന് അല്ലെ. ഇപ്പൊ പറയാണ്, ഞാൻ ദൃഢനായി, ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. ഇപ്പൊ ആ മൃദുലഹൃതിയൊക്കെ മാറി, ഇപ്പൊ ഞാൻ ദൃഢനായി, യുദ്ധം ചെയ്യാൻ തയ്യാറായി, പിന്നെ സംശയരഹിതനാണ്. അർജുനൻ പറഞ്ഞു, എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാണ്, ഞാനിപ്പോ സംശയരഹിതനാണ്, ഇപ്പൊ എനിക്ക് ഉത്തരം കിട്ടി, തീരുമാനം എടുക്കാനായിട്ട് ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട്, ഞാനിപ്പോ സംശയരഹിതനാണ്, എന്റെ സംശയമൊക്കെ മാറി. ഇനി അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാനിപ്പോ തയ്യാറാണ്. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ആ സന്ദേശം എന്നെ കോൾമയിൽ കൊള്ളിക്കുന്നു. അപ്പൊ സഞ്ജയൻ പറയാണ്, ആരോട്? ധൃതരാഷ്ട്രരോട് പറയാണ്,
ആ മഹാത്മാക്കളായ അർജുനനും ശ്രീകൃഷ്ണനും അവർ തമ്മിൽ നടന്ന ആ സംഭാഷണം അത് മുഴുവൻ ഞാൻ കേട്ടു. കാരണം എങ്ങനെ കേൾക്കാൻ പറ്റി? ആ വ്യാസൻ കൊടുത്ത ദിവ്യദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് അവിടെ നടക്കുന്നതെല്ലാം കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിനും ആ ജ്ഞാനം കേൾക്കാനായിട്ട് സാധിച്ചു. ആ സന്ദേശം എന്നെ കോൾമേൽ കൊള്ളിക്കുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനനെ പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. അങ്ങനെ ആ യോഗേശ്വരനായ ആ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ആ ജ്ഞാനം അത് എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ട്? വ്യാസന്റെ അനുഗ്രഹം കൊണ്ട്. ആ വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്കത് കേൾക്കാൻ ഇടവന്നു. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാകുന്നു രാജാവേ. എന്നിട്ട് പറയാണ്, രാജാവേ ഇതന്നെ, ഞാൻ വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആനന്ദമാണ് വരുന്നത്. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. ആ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തിരുന്നു അല്ലെ. അപ്പൊ പറയാണ്, ആ കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഉണ്ടല്ലോ, ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വരികയാണ്. അതിനെ ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും എനിക്ക് സന്തോഷം ഉണ്ടാകുന്നു. അപ്പൊ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാണ് അവിടെ കണ്ട കാര്യങ്ങൾ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനിധിർമധിർമമ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനിധിർമധിർമമ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനിധിർമധിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, എവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഭഗവത്ഗീത ഇവിടെ അവസാനിച്ചു. എന്താ പറയുന്നത്? ഏറ്റവും അവസാനത്തെ ശ്ലോകം സഞ്ജയൻ പറയാണ്, എവിടെയാണ് ആ യോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉള്ളത്, എവിടെയാണ് ആ വില്ലാളി വീരനായ അർജുനൻ ഉള്ളത്, അവിടെയാണ് ഐശ്വര്യവും അവിടെയാണ് വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അവിടെയാണ് വിജയമുള്ളത്, അവിടെയാണ് ആ ശക്തിയും നീതിയും ഉള്ളത്, അവിടെയാണ് ധർമ്മം ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീത ഇവിടെ അവസാനിക്കുന്നു. ഈ ഗീതാമാഹാത്മ്യം. ഗീതാശാസ്ത്രമിതം പുണ്യം യത് പഠേത് പ്രയതഃ പുമാൻ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. പവിത്രമായ ഈ ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവ്വം പഠിക്കുന്നവൻ ഭയശോകങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുവിന്റെ പദം പോകുന്നു. അപ്പൊ ഈ ഭഗവത്ഗീത ആകുന്ന ഈ ശാസ്ത്രത്തെ നന്നായിട്ട് പ്രയത്നപൂർവ്വം പഠിക്കുകയാണെങ്കിൽ അവൻ ഭയത്തിൽ നിന്നും ശോകത്തിൽ നിന്നും മുക്തനാകും. എന്താണ് ഭയം? ഭയം എന്ന് പറയുന്നത് നമ്മൾ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടുള്ള നമ്മുടെ വിഷമങ്ങളാണ് ഭയം എന്ന് പറയുന്നത്. ശോകം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമങ്ങൾ. ഇത് രണ്ടും ഇല്ലാതാവുന്നാണ് പറയുന്നത്. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മകൃതാനി ച. നിത്യവും ഗീത വായിക്കുകയും പ്രാണായാമം ശീലിക്കുകയും ചെയ്യുന്നവന്റെ പൂർവജന്മകൃത പാപങ്ങൾ നശിക്കുകയും പുതിയതായി പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഗീത അധ്യയനം അതൊരു ശീലമാക്കണം. നിത്യവും ഗീത വായിക്കണം, നിത്യവും ഗീത വായിക്കുക, പിന്നെ പ്രാണായാമം ശീലിക്കുക. ഇതൊക്കെ ചെയ്യുന്നവന്റെ മുൻജന്മത്തിലെ പാപങ്ങൾ പോലും നശിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഗീത വായിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻജന്മത്തിലെ പാപങ്ങൾ പോലും ഇല്ലാതാവും. പിന്നെ പുതിയതായിട്ട് പാപങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നിത്യവും നമ്മൾ ഗീത വായിക്കണം. മല നിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഹൃദ്ഗീതാംബസി സ്നാനം സംസാരമലനാശനം. മനുഷ്യരുടെ പ്രതിദിന സ്നാനം ശരീരത്തിലെ അഴുക്ക് മാറ്റുന്നതാണ്. എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ അത് സംസാരമലത്തെ നശിപ്പിക്കുന്നു. നമ്മൾ ദിവസവും കുളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിലെ അഴുക്കൊക്കെ പോവും അല്ലെ. എന്നാൽ നമ്മുടെ സംസാരമലം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ വീണ്ടും ജനിക്കാനും മരിക്കാനും കാരണമാകുന്ന ആ ദോഷം എന്താണോ അതിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് നമ്മൾ ഭഗവത്ഗീതയിൽ കുളിക്കണം. ആ ഭഗവത്ഗീത ആകുന്ന പുണ്യജലത്തിൽ കുളിക്കണം. എങ്ങനെ? ഭഗവത്ഗീത ദിവസവും പാരായണം ചെയ്യുക, ദിവസവും വായിക്കുക, ദിവസവും പഠിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നമുക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ആ സംസാര മലത്തെ പൂർണ്ണമായിട്ടും അത് നശിപ്പിക്കുന്നു. ഗീതാ സുഗീത കർത്തവ്യ കിമന്യൈ ശാസ്ത്ര വിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃതഃ.
ഭഗവത്ഗീത വളരെ നന്നായി പഠിക്കേണ്ടതാണ്. വിഷ്ണുവിന്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗളിച്ച് ഭഗവത്ഗീതയുള്ളപ്പോൾ മറ്റനേകം ശാസ്ത്രങ്ങൾ എന്തിന്? അപ്പൊ ഭഗവത്ഗീത നമ്മൾ വളരെ നന്നായിട്ട് തന്നെ പഠിക്കണം. ഈ ഭഗവത്ഗീത ഇത് എവിടുന്ന വന്നിട്ടുള്ളത്? ഭഗവാന്റെ മുഖത്ത് നിന്ന്, വിഷ്ണുവിന്റെ മുഖപത്മത്തിൽ നിന്ന്. ഭഗവാൻ സ്വയം പറയുന്നതാണ് അല്ലെ, ഭഗവത്ഗീത ഭഗവാന്റെ ഗാനം, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. ആ ഭഗവാന്റെ വാണിയാണത്, ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ വാക്കുകൾ, ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്നിട്ടുള്ള ആ വാക്കുകള്, അത് നമ്മളുള്ളപ്പോൾ പിന്നെ വേറെ എന്തിനാ ശാസ്ത്രങ്ങള്? ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് സർവ്വ വേദാന്ത സാര സർവസ്വമാണ്. അതായത് മറ്റ് ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും വേദങ്ങളിലും എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിനെല്ലാം കൂട്ടിയെടുത്തിട്ട് അതിന്റെ ഒക്കെ എല്ലാത്തിനും കൂടി സംഗ്രഹമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീത ഉള്ളപ്പോ പിന്നെ വേറെ ശാസ്ത്രം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ എല്ലാ ശാസ്ത്രങ്ങളിലും എന്താണോ പറയുന്നത് അതെല്ലാം ഈ ഭഗവത്ഗീതയിൽ പറയുന്നത്. പിന്നെ വേറെ ശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമില്ല. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാഗ്നിനിസ്സൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. മഹാഭാരതത്തിന്റെ സാരവും ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ മുഖത്ത് നിന്ന് പുറപ്പെട്ടതുമായ ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകുന്നതല്ല. അപ്പൊ ഈ മഹാഭാരതത്തിൽ നിന്നാണ് ഈ ഭഗവത്ഗീത, മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഭഗവത്ഗീത അല്ലെ. ആ മഹാഭാരതത്തിന്റെ സാരവും ഭഗവാൻ വിഷ്ണുവിന്റെ മുഖത്ത് നിന്ന് പുറപ്പെട്ട ഭഗവാന്റെ വാണി, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാണിയാണ് ഈ ഗീത. ആ ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം, ആ ഗീതയാകുന്ന ആ ഗംഗാജലം കുടിക്കണമെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നെ നമുക്ക് പുനർജന്മം ഉണ്ടാവില്ല. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഏകം ശാസ്ത്രം ദേവകി പുത്രം ഗീതം. ഒരേ ഒരു ശാസ്ത്രം കൃഷ്ണൻ ഉപദേശിച്ച ഗീത. നമുക്ക് ഒരേ ഒരു ശാസ്ത്രം മതി ഈ കലിയുഗത്തിൽ. ഏതാണ് ആ ശാസ്ത്രം? ദേവകി പുത്ര ഗീതം, ദേവകി പുത്രനാൽ ഗീതം ചെയ്യപ്പെട്ടത് ആ ഭഗവത്ഗീത. പിന്നെ ഏകോ ദേവോ ദേവകി പുത്ര ഏവ, ഒരേ ഒരു ദേവൻ, ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആരാണ് ഈശ്വരൻ? ദേവകി പുത്രൻ, ആ ദേവകിയുടെ പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. പിന്നെ ഒരേ ഒരു മന്ത്രം, ഏകോ മന്ത്ര. ഏതാണ് മന്ത്രം? തസ്യ നാമാനിയാനി, ആ തസ്യ അവന്റെ, ആ ദേവകി പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മന്ത്രം. ഏതാണ് ആ മന്ത്രം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പിന്നെ ഏതാണ്? ഒരേ ഒരു കർമ്മം, കർമാപ്യേകം. ഒരേ ഒരു കർമ്മേ ഉള്ളൂ. എന്താണ് ആ കർമ്മം? തസ്യ ദേവസ്യ സേവ, അവന്റെ, ആ ദേവന്റെ സേവ, അവന് സേവനം ചെയ്യുക. ആ ദേവന്, ആരാണ് ആ ദേവൻ? ദേവകി പുത്രൻ. ദേവകി പുത്രൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ഭഗവാൻ ശ്രീകൃഷ്ണന് സേവ ചെയ്യുക, അതാണ് ഒരേ ഒരു സേവ. ഈ കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ദേവൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരേ ഒരു മന്ത്രം, ആ ഭഗവാന്റെ പരിശുദ്ധ തിരുനാമം ജപിക്കുക. പിന്നെ എന്താ? ഒരേ ഒരു സേവ, ഭഗവാൻ സേവനം ചെയ്യുക. ഇത് മാത്രം മതി, ഒരേ ഒരു ശാസ്ത്രം മതി. ഈ ഏതാണ്? ഈ ഭഗവത്ഗീത. ഇത് മാത്രം മതി ഈ കലിയുഗത്തില്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. आनंद कोड़ी वैष्णव भक्त की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गौर प्रेम